തിരുവനന്തപുരം ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ മൃതദേഹവുമായി നാട്ടുകാർ നടത്തിയ സമരവും ഉപരോധവും അവസാനിപ്പിച്ചു. അന്വേഷണം നടത്താമെന്ന RDOയുടെ ഉറപ്പിൽ മൃതദേഹം മാറ്റി. സഹകരണ സംഘം പ്രസിഡന്റ് അണിയൂർ M. ജയകുമാറിന്റെ പേരെഴുതി വെച്ച് ചെമ്പഴന്തി സ്വദേശി ബിജുകുമാർ ആത്മഹത്യ ചെയ്തതിനെ തുടർന്നാണ് മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിച്ചത്. അഖിൽഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖിൽഷാ, പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചുവല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അഖിൽഷാ. ഉമേഷ്, പ്രതിഷേധം അവസാനിപ്പിച്ച് ബന്ധുക്കളും അതുപോലെ നാട്ടുകാരും നിലവിൽ ഇവിടെ നിന്ന് വീട്ടിലേക്ക് മൃതദേഹവുമായി പോയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായും നമുക്ക് പറയേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി ഈ ബന്ധുക്കൾ ഇവിടെ എത്തിയതിന് പിന്നാലെ നിരവധി നിക്ഷേപകരാണ്, അതായത് ഈ ബാങ്കിൽ പണം നിക്ഷേപിച്ച നിരവധി നിക്ഷേപകരാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയതെന്നുള്ളതാണ്. ഓരോരുത്തർക്കും 10 ലക്ഷം രൂപയും അതുപോലെ തന്നെ 20 ലക്ഷവും 25 ലക്ഷം രൂപയും വരെ പണം അല്ലെങ്കിൽ അവരുടെ നിക്ഷേപം ഇനിയും ലഭിക്കാനുള്ളവരുണ്ട്. ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബാങ്ക് പ്രസിഡന്റും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവുമായ അണിയൂർ M. ജയകുമാർ, അദ്ദേഹം ഇവരോടൊക്കെ വളരെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പണം ആവശ്യപ്പെടുമ്പോൾ അത് കൈമലർത്തുന്ന ഒരു സ്വഭാവമാണ് ഈ പ്രസിഡന്റ് ജയകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു വർഷമായി തന്നെ പണം ആവശ്യപ്പെടുന്നവരുണ്ട്. പക്ഷേ പണമില്ല, അല്ലെങ്കിൽ പിന്നീട് വരൂ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വരുന്ന നിക്ഷേപകരെ പറഞ്ഞയക്കുന്ന ഒരു സ്വഭാവമാണ് നിലവിൽ ഈ ജയകുമാർ പുലർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ നിക്ഷേപകർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇടപെട്ട് നേരത്തെ അസിസ്റ്റന്റ് രജിസ്ട്രാറും അതുപോലെ തന്നെ RDO ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ എത്തിയിരുന്നു. ഈ പ്രതിഷേധക്കാരോട് സംസാരിച്ചു. ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകും. ബാങ്കിന്റെ മറ്റെല്ലാ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ ഒരു അന്വേഷണം നടത്തുമെന്നുള്ള ഉറപ്പ് നൽകിയതിന് ശേഷമാണ് പ്രതിഷേധക്കാരും അതുപോലെ തന്നെ നേരത്തെ ബിജുകുമാറിന്റെ മൃതദേഹവുമായി എത്തിയ ബന്ധുക്കളും ഇവിടെ നിന്ന് വിട്ടുപോയത്. എന്തായാലും ബന്ധുക്കളും മൃതദേഹവുമായി വീട്ടിലേക്ക് പോയിട്ടുണ്ട്. സംസ്കാരം നടക്കും. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഒരു പരിശോധന, ഒരു അന്വേഷണവും നടക്കും. എന്തായാലും അഖിൽഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്.